ദിവസങ്ങളിലായി നടന്ന കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനത്തിന് സമാപനമായി. കരുത്തുറ്റ രാഷ്ട്രം കർമ്മോത്സുക അധ്യാപനം എന്ന പ്രമേയത്തിൽ നടന്ന ത്രിദിന സമ്മേളനത്തിന്റെ ഭാഗമായി കൗൺസിൽ മീറ്റ്, ഫാമിലി മീറ്റ്, അക്കാദമിക സമ്മേളനം, വിദ്യാഭ്യാസ സെമിനാർ, സമ്പൂർണ്ണ സമ്മേളനം, അധ്യാപക പ്രകടനം, പൊതുസമ്മേളനം എന്നിവയും നടന്നു. വിദ്യാഭ്യാസ മേഖലയിൽ കാലികമായ മാറ്റങ്ങൾ നടപ്പാക്കുക, ദീർഘവീക്ഷണത്തോടെയുള്ള പുരോഗതി സാധ്യമാക്കുക, കെടുകാര്യസ്ഥതയും സ്വജന പക്ഷപാതവും അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയായി. 3 ദിവസങ്ങളിലായി നടന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഭാഗമായി. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. പൊരുതി ജയിച്ച 25 വർഷങ്ങൾ എന്ന സന്ദേശത്തോടെ നടന്ന അധ്യാപക പ്രകടനത്തിൽ നിരവധി പേർ അണിചേർന്നു. അന്ന് തമിഴ്നാട്ടിലെ ഒരു BJP MLA ചോദിച്ച ചോദ്യം, നിങ്ങൾ ഈ കേന്ദ്ര യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളത്തിലുണ്ടല്ലോ, കാസർഗോഡുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കേരളം ഇതിനെതിരെ നിലപാട് സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഒരു മറുപടിയില്ല. ഞാൻ ചോദിക്കട്ടെ, കേരള നിയമസഭ ഐക്യകണ്ഠേന ഏതെങ്കിലും ഒരു കേന്ദ്ര നിയമത്തിനെതിരെ പ്രമേയം, വിദ്യാഭ്യാസത്തിലെ കേന്ദ്ര നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയതിന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ചൂണ്ടിക്കാട്ടാമത്? കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളത്തിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ച ഏതെങ്കിലും കൊള്ളരുതായ്മകൾക്കെതിരെ കേരളത്തിലെ നിയമസഭ, കേരളത്തിലെ മന്ത്രിസഭ ഒറ്റക്കെട്ടായി പ്രതികരിച്ച ഏതെങ്കിലും ഒരു സംഭവം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും?